നമ്മൾ ഇതേപോലെ ഒരു ടിൻ എടുത്തിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് പുളിച്ച കഞ്ഞിവെള്ളം കണ്ടോ, ഞാൻ നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു എഫക്റ്റാണ് കേട്ടോ, ഈ പുളിച്ച കഞ്ഞിവെള്ളമാകുമ്പോഴത്തേന് നല്ലൊരു എഫക്റ്റാണ്. ഇനി നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കറിവേപ്പില തൈ, അതേപോലെ തന്നെ മുളക് തൈ, ഇതെല്ലാം അങ്ങ് മുരടിച്ച് പോകുമല്ലോ. അപ്പോൾ അതിന് നല്ലൊരു വളർച്ച കിട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ അതിൻ്റെ മുരടിപ്പൊക്കെ മാറിയിട്ട് ഇലയൊക്കെ നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം നമ്മുടെ കയ്യിൽ നമ്മുടെ കാൽസ്യത്തിൻ്റെയോ അയണിൻ്റെയൊക്കെ ഗുളിക ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. അതൊന്ന് അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി, അങ്ങ് അലിഞ്ഞ് പോയിക്കോളും. പിന്നെ അപ്പോഴത്തേനും നല്ലൊരു വളർച്ച കിട്ടും ചെടികൾക്കൊക്കെ. അതിപ്പം വളരാത്ത പച്ചമുളകിൻ്റെ തൈ, അതുപോലെ കത്തിരിക്ക തൈ, ഇതിനൊക്കെ നല്ലതാട്ടോ. അപ്പോൾ ഇതുപോലെ ടാബ്ലറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് കിടന്ന് അലിഞ്ഞ് വന്നോളും, നല്ല രീതിയിൽ തളിർത്ത് വരും. എൻ്റെ ആ കറിവേപ്പില തൈ തന്നെ നല്ല രീതിയിൽ ഉണങ്ങിപ്പോയതാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഞാൻ ഒഴിച്ചിട്ടാണ് അത് ശരിയാക്കി എടുത്തത്. ഞാനിപ്പോൾ കാണിക്കാം. ഇതിപ്പോൾ കലക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം, കാരണം നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണല്ലോ. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്യുകയോ അതല്ലെങ്കിൽ ഇലയിലൊക്കെ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അതങ്ങ് മാറിയിട്ട് നല്ല തളിരില വരും കേട്ടോ. അപ്പം താണ്ടെ സ്പ്രേ ബോട്ടിലിനകത്തോട്ടൊന്നും ആക്കുന്നില്ല, അതിനകത്തോട്ട് ഇലയിൽ ആ ചെടിയിൽ ഫുള്ള്, കറിവേപ്പില ചെടിയിൽ ഫുള്ള് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നത് ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇലയൊക്കെ നല്ല രീതിയിൽ കിളിർത്ത് വരും കേട്ടോ. ഇപ്പോൾ മൊത്തത്തിലൊന്ന് കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില തൈ. അതുപോലെ തന്നെ ചെറിയ തൈയുണ്ട്, അതിനകത്തെല്ലാം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. കാരണം ഇതിന് ഒരു നല്ലൊരു പുളിപ്പ് ഉണ്ട് കഞ്ഞിവെള്ളത്തിന്. അപ്പോൾ ആ ഒരു പുളിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇലയൊക്കെ നല്ല രീതിയിൽ വരും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം വെച്ചിട്ട് തന്നെ അടുത്ത ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എലി, അതുപോലെ തന്നെ പല്ലി, അതിനെയൊക്കെ ഒന്നിച്ച് ഓടിക്കാൻ പറ്റും. അതേപോലെ ഒന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ബേക്കിംഗ് പൗഡറാണ്, അതുപോലെ കർപ്പൂരം. ഈ രണ്ട് സാധനം മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 1 or 2 കർപ്പൂരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാടാകുമ്പോഴത്തേനും ആ ഒരു സ്മെല്ലും കൊണ്ട് അത് കുടിക്കത്തില്ല, കഞ്ഞിവെള്ളമേ എലിയാണേലും പല്ലിയാണേലും കുടിക്കത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ 2 ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് കൈ വെച്ചതാണ്ട് ഇതേപോലെ ഒന്ന് പൊടിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് എലിയും പെരിച്ചാഴിയും ഒന്നും ചത്തു പോകാനല്ല, പല്ലിയാണേലും ഇത് ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ഇത് സ്വല്പം നക്കിയിട്ട് പോകുമ്പോഴത്തേനും പിന്നെ ആ പരിസരത്തോട്ട് വരത്തില്ല. കാരണം അതിൻ്റെ വയറെല്ലാം കത്തിക്കാളും കേട്ടോ. കാരണം ബേക്കിംഗ് പൗഡറും പ്രത്യേകിച്ച് കർപ്പൂരം കൂടെ ആകുമ്പോഴത്തേനും അതിൻ്റെ വയറൊക്കെ പ്രശ്നമാകും, എലിയാണേലും പല്ലിയാണേലും. പിന്നെ ആ പരിസരത്തോട്ട് വരത്തില്ല അത് പേടിച്ചിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ആക്കിയിട്ട് നമ്മൾ തേങ്ങയൊക്കെ ചിരട്ട ഉണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ കിച്ചണിലൊന്നും ഉപയോഗിക്കുന്ന പാത്രമൊന്നും എടുക്കരുത്. ഇപ്പോൾ ഞാൻ പഴയൊരു ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അതേപോലെ തന്നെ നമ്മൾ എലി വരുന്ന സ്ഥലത്ത് തന്നെ ഇതേപോലെ കൊണ്ടുവച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെന്തായാലും കുടിച്ചിട്ട് പോകും. പിന്നെ പരിസരത്തൊന്നും വെള്ളം വെച്ചേക്കരുത്, കാരണം ഇത് കുടിച്ചിട്ട് പോയിട്ട് വെള്ളം കുടിക്കുമ്പോഴത്തേന് ആ ഒരു എഫക്റ്റ് നഷ്ടപ്പെടും. അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ ചെറിയ തട്ടൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ് അടുപ്പിന് താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. പല്ലിയൊക്കെ വന്നിട്ട് നക്കിയിട്ട് പോയിക്കോളൂ കേട്ടോ.